പക്ഷെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. താൻ സന്തോഷിക്കുമ്പോൾ വേദനിക്കുന്നവരും ഉണ്ടെന്നുള്ള കാര്യം. പ്രിയങ്കയുടെ കാര്യമാണോ? അല്ല. പിന്നെ ആരുടെ? അച്ഛൻ്റെ അമ്മയുടെ? അല്ല. പിന്നെ ആർക്കാ എത്ര വിഷമം? എനിക്ക്. എന്താ എനിക്ക് വിഷമിച്ചൂടെ? ഒന്നേ എനിക്ക് പറയാനുള്ളൂ. താൻ തിരുത്താൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണോ അത് അതുപോലെ തന്നെ ഉണ്ടാവും. എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ നോക്കണം. വരുൺ, ഇന്ദ്രജിത് മേനോന്റെ ഈ ഒരു സിനിമയിലൂടെ ചേച്ചി ഒരു വലിയ സ്റ്റാർ ആവും അല്ലേ? ചേച്ചി സ്റ്റാർ ആവും, പക്ഷെ നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്കുകൾ തെറ്റും അല്ലേ? ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ സിനിമ. ഇവിടെയും വരുൺ അത് നഷ്ടപ്പെടുത്തി. വരുൺ ഇവിടെയെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, പ്രിയങ്കയ്ക്ക് പകരം രാധിക പോവാൻ പാടില്ല എന്ന് അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. പകരം ഞാൻ കണ്ടതേ ചേച്ചിക്ക് ഇത് നേടിക്കൊടുക്കണോന്ന് വരുണിന് വാശിയുള്ള പോലെയാ. എന്റെ ചേച്ചി എന്നുള്ള ബന്ധമല്ലാതെ വേറെ വല്ല ബന്ധമുണ്ടോ നിങ്ങൾ തമ്മിൽ? എന്റെ ചേച്ചി വരുണിന്റെ ആരാ? പ്രിയങ്ക, സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും മുമ്പിൽ ഒരുപോലെ തന്നെ. അതിന് താനത്തിന് എന്നെ കുറ്റപ്പെടുന്നത്? താൻ ബഹളം ഉണ്ടാക്കിയില്ലേ? പട്ടിണി കിടന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ അച്ഛൻ വിളിച്ച് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് എങ്ങനെ സാധിക്കും? തോൽപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പണ്ടും വരുണിന് ക്ഷാമമില്ലല്ലോ. കുഴപ്പമില്ല. ഭാഗ്യമുള്ളവരെ സിനിമയിൽ നായികയാവും, ഭാഗ്യമില്ലാത്തവര് വീട്ടിനകത്ത് ഒതുങ്ങും. ഈ വീട്ടിനകത്ത് ഞാൻ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞ അത് വരുണിന്റെ ഭാര്യയായിട്ടാ. ഇനി മേലാൽ തമ്മിൽ പിരിയുന്ന കാര്യം വരുൺ എന്നോട് സംസാരിച്ചു പോകരുത്. ആ അധ്യായം അവസാനിച്ചു. ഇനി ഞാൻ വരുണിന്റെ ഭാര്യ, കണിമംഗലത്തെ മരുമകളാ. ഇവിടുത്തെ എല്ലാത്തിനും അവകാശമാണ്. അത്രയ്ക്കൊക്കെ വാശിയിൽ താൻ ചിന്തിച്ചാലേ നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും. എന്ത് നടന്നത്? അച്ഛന്റെ അമ്മയുടെ മുൻപില് ഞാനൊന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും. ഇനി എന്നോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ: എനിക്ക് സൗകര്യമില്ല. മോനെ, മുത്തശ്ശിയെല്ലാം കേട്ടോ? നിങ്ങളുടെ സംസാരം ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തശ്ശി രാധികയുമായിട്ട് ചേരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടും അതില്ലാതാക്കിയത് രാധിക തന്നെയാണ്. ഇനി എൻ്റെ ജീവിതം മുഴുവൻ ആ പോയ പെണ്ണിനെ സഹിക്കണം. മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ 10 ദിവസമല്ല 10 വർഷം കഴിഞ്ഞാലും ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന്? ഇല്ല, നിന്റെ മനസ്സിൽ നിന്നും രാധികയെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും
അത് മുത്തശ്ശി തീർത്ത് തന്നാലോ? എങ്ങനെ? നീ ഒന്ന് ക്ഷമിക്കേ. രാധിക വന്ന് ഇവിടെ നിന്റെ അടുത്ത് നിന്നാ പോരെ? നല്ല രീതിയിൽ സംസാരിച്ചാ പോരെ? അതിനുള്ള മാർഗം നിനക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാടാ നിന്നെ കൊച്ചുമോനെന്ന് വിളിക്കുന്നേ? മുത്തശ്ശി, മുത്തശ്ശിക്ക് കുറച്ച് സമയം താ. വളരെ കുറച്ച് സമയം. മുത്തശ്ശി രാധികയെ ഇവിടെ എത്തിച്ചിരിക്കും. ദേ, മുത്തശ്ശി, മുത്തശ്ശിയോട് അല്ലാതെ എനിക്ക് ഈ കാര്യം വേറെ ആരോടും പറയാനില്ല. എനിക്ക് അയാളെ വേണം മുത്തശ്ശി. എൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ എനിക്ക് അയാൾക്ക് കൊടുക്കണം. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ ഒരു താലിയുണ്ടല്ലോ, ഒരു താലിമാല. ആ മാല തന്നെയാണ് മാർഗം. ഇതെന്താ മുത്തശ്ശി? ആ, ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ? ഇതിന് വല്ല പ്രത്യേകതയുണ്ടോ? ഹായ്, അയ്യോ, ഇത് എന്തൊരു ഭംഗിയാ! ഞാനൊന്ന് നോക്കിക്കോട്ടെ മുത്തശ്ശി. തൊട്ടു പോകരുത് ഇതില്. ഇതെന്താ മുത്തശ്ശി, രാവിലെ തന്നെ ഒരു ആഭരണ പ്രദർശനമൊക്കെ? പ്രദർശനമൊന്നും അല്ലടാ, ഇത് കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആഭരണങ്ങളാ. രാജഭരണകാലത്ത് കണിമംഗലത്ത് വന്നു ചേർന്നതാ. ഓ, അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു. ഇതാണോ അത്? ആണോ? എന്നോട് മാത്രമേ എടുക്കാവൂന്നും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. ആ, പിന്നെ ഞാനും അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. പൗരാണികമായ ഒരു കാര്യമല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് ഞാനും കരുതി. ആഭരണങ്ങൾ അണിഞ്ഞാലല്ലേ മുത്തശ്ശി ഭംഗി കൂടുക. മുത്തശ്ശി, ഇത് എനിക്ക് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അതെങ്ങനെയാ ഇത് ഏട്ടത്തിക്ക് തരുന്നേ? എനിക്കും നല്ല കൊതി തോന്നി ഇത് കണ്ടപ്പോ. ഇതെന്താ അമ്മേ, തമ്പുരാട്ടിയുടെ മാലയുമായിട്ട്? തമ്പുരാട്ടിയുടെ മാലയോ? അപ്പോ ഇതിന്റെ ഐതിഹ്യമൊന്നും മുത്തശ്ശി നിന്നോട് പറഞ്ഞില്ലേ? പണ്ട് ചെമ്പറത്ത് കൊട്ടാരത്തിലെ രാജാവിനും രാജ്ഞിക്കും ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് 21 ദിവസം കണിമംഗലം കുടുംബമാണ് അഭയം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് രാജകൊട്ടാരവും കണിമംഗലവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അന്ന് കണിമംഗലത്ത് താമസിക്കാൻ വന്ന രാജ്ഞിയുടെ പേരാണ് പാർവതി. ആ തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്നതാ ഈ മാല. ഇതിന്റെ വിലയറിയാൻ നോക്കിയാൽ രത്നവ്യാപാരികൾ പോലും കുഴങ്ങിപ്പോവെന്നാ പറയുന്നത്. അച്ഛാ, മഹാരാജാവ് വെറുതെ വഴി നടന്നു പോയിന്ന് പറഞ്ഞാലേ അത് വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരാ ചുറ്റുമുള്ളവര്. എന്നിട്ടാണോ 21 ദിവസം അഭയം കൊടുക്കുകയും ഇത്രയും വലിയ സമ്മാനം കൈപ്പറ്റുകയും ചെയ്തിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്? എടാ വരും, നമുക്കിത് വല്ല അത് നല്ല ഐഡിയ. അയ്യോ, അത് വേണ്ട. ഇതിനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിട്ട് വേണം കണിമംഗലം കൊള്ളയടിക്കാൻ വേണ്ടി ഇനി പുതിയ ആളുകൾ ഇറങ്ങും. വേണ്ട. അല്ലാതെ തന്നെ ഒരു സ്വൈര്യവും ഇല്ല. ആ, പിന്നെ
പാർവതി തമ്പുരാട്ടി അന്ന് ഈ മാല കൊടുത്തതേ കൗസല്യ എന്ന കണിമംഗലത്തെ കാരണവ സ്ത്രീക്ക്. അതിനെന്താ കാരണോന്നറിയും? ഒന്ന്, തമ്പുരാട്ടിയുടെ താമസക്കാലത്ത് കണിമംഗലത്ത് കണ്ട ആ വൃത്തി. 2, കൈപ്പുണ്യം. രണ്ടിനും കൂടി അവര് നൽകിയ പ്രതിഫലമാ ഈ ആഭരണം. ഉള്ള കാര്യം പറയാലോ, എന്റെ കാലം കഴിഞ്ഞ് ഇതാർക്ക് കൈമാറണോ എന്ന ശങ്കയിലായിരുന്നു ഞാൻ. പിന്നെ ആലോചിച്ചു, കുടുംബത്ത് മരുമക്കള് വരാനുണ്ടല്ലോ, അവരിൽ ആർക്കെങ്കിലും ഇത് കൈമാറാമെന്ന് വച്ചു. പാചകത്തിലായാലും പരിസരം വൃത്തിയാക്കുന്നതിലായാലും ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ. ഇവരിൽ ആരെങ്കിലും ഇടുക്കിയായിരുന്നെങ്കിൽ ഞാനിത് ഇവർക്ക് ആർക്കെങ്കിലും കൈമാറുമായിരുന്നു. മുത്തശ്ശി, ഞാൻ പാചകം ചെയ്തത് എല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ. അന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോ എനിക്കല്ലേ അതിന് യോഗ്യത? നിനക്കെന്താ യോഗ്യത? വീട് വൃത്തിയാക്കാൻ എനിക്കും പറ്റില്ലേ? അല്ല, പറഞ്ഞു ഇതൊരു മത്സരമായി. അല്ല പരമേശ്വര, ഞാനൊരു കാര്യം പറയട്ടെ. തമ്പുരാട്ടിയുടെ മാലയാണല്ലോ, രാജാക്കന്മാർക്കിടയില് ഏറ്റവും പരിചിതമായത് മത്സരമാണല്ലോ. നമുക്ക് ഇവർക്കിടയിൽ ഒരു മത്സരം തന്നെ നടത്തിയാലോ? അയ്യോ, വേണ്ടമ്മേ. എന്തിനാ ഇവരെ തമ്മിലടിപ്പിക്കുന്നത്? ആര് പറഞ്ഞു ഞങ്ങള് തമ്മിലടിക്കുമെന്ന്? ഒരു മത്സരമാകുമ്പോ ഒരാള് ജയിക്കും, ഒരാള് തോൽക്കും. ഞാൻ മത്സരത്തിന് തയ്യാറാ. അങ്ങനെയാണെങ്കിൽ മത്സരത്തിന് ഞാനും തയ്യാറാ. അല്ല, മുത്തശ്ശി ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അങ്ങനെ അവര് ജയിച്ചാ ഇത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും? പിന്നെ വെറുതെ ഒരു മത്സരം നടത്താൻ പറ്റുമോ സൂര്യ? രണ്ടുപേരും അവരുടെ കഴിവ് തെളിയിക്കട്ടെ. 3 ദിവസമാണ് മത്സരം. ഒരു ദിവസം പ്രിയങ്ക അടുക്കള ജോലികൾ ചെയ്യുന്നു, കൽപ്പന വീടും പരിസരവും വൃത്തിയാക്കട്ടെ. പിറ്റേ ദിവസങ്ങളിൽ തിരിച്ചു. ഓരോ ദിവസവും ജോലികൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാർക്ക് ഇടും. കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾ ആരാണോ അവർക്ക് കിട്ടും ഈ മാല. ഞാൻ എല്ലാ മത്സരത്തിലും വിജയിക്കും. പിന്നെ ഇത് ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. കാണാം, ഇന്ന് മുതല് മത്സരം തുടങ്ങുകയല്ലേ? പിന്നൊരു കാര്യം, ഇത് അമ്മയുടെ താല്പര്യത്തില് കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു മാന്യത എല്ലാവരും കാണിക്കണം. അപ്പോ ഇന്നു മുതൽ പാർവതി തമ്പുരാട്ടിയുടെ മാലയ്ക്ക് വേണ്ടിയുള്ള മത്സരം. ചെറിയ മാല കണ്ടിട്ടുണ്ടോ? പണ്ടെപ്പോഴോ ഇതുപോലൊരു പ്രദർശനം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. വിലമതിക്കാൻ പറ്റാത്ത ആഭരണങ്ങളാ. അത് കയ്യിലുണ്ടാവുന്നത് തന്നെ ഒരു ഐശ്വര്യം. എനിക്ക് എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കിയേ പറ്റൂ. ആർത്തിയുടെ കാര്യത്തില് പ്രിയങ്കയും ഒട്ടും പുറകിലല്ല. കടുത്ത മത്സരം തന്നെ ഉണ്ടാവും നിനക്ക്. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നേരെ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്നത്. പ്രിയങ്കയെ സഹായിക്കാൻ തൽക്കാലം ആരും ഇവിടെ ഉണ്ടാവില്ല. അമ്മയായാലും മുത്തശ്ശിയായാലും ഒഴിഞ്ഞു നിൽക്കേ ഉള്ളൂ. ചെറിയമ്മയുടെ സഹായം എനിക്ക് വേണം. സഹായമൊക്കെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? മാല കിട്ടുന്നത് നിനക്കല്ലേ?
മത്സരത്തിന്റെ കാര്യം ചെറിയ അറിഞ്ഞിരുന്നോ? ആ കൽപ്പന പറഞ്ഞിരുന്നു. ആ മാല എനിക്ക് സ്വന്താക്കണം. അതിന് സഹായം അഭ്യർത്ഥിക്കാൻ ഇവിടെ ചെറിയമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. ചെറിയമ്മ എന്റെ കൂടെ നിൽക്കോ? അയ്യോ അതെങ്ങനെയാ? മാല എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ നേർപാതി ഞാൻ ചെറിയമ്മയ്ക്ക് തരാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന എനിക്കും മത്സരത്തിൽ പങ്കെടുക്കാത്ത ചെറിയമ്മയ്ക്കും കിട്ടുന്നത് തുല്യം. ഏയ് അങ്ങനെ തന്നെ മത്സരം നടക്കട്ടെ. നീ മിടിക്കുകയാന്ന് ചെറിയമ്മയ്ക്ക് അറിയാം. ചെയ്യാനുള്ളത് വീട്ടുകാരികളല്ലേ. കൽപ്പന അതിലല്പം പുറകില. ഒന്നാഞ്ഞു ശ്രമിച്ച നീ തന്നെ ജയിക്കും. മനസ്സുകൊണ്ട് ചെറിയമ്മ നിന്റെ കൂടെയാ. നീ സമാധാനായിട്ടിരിക്കേ. ആര് ജയിച്ചാലും എനിക്ക് എന്തെങ്കിലും കിട്ടണം. അല്ലാതെ നോക്കൂത്തിയായിട്ടിരുന്നിട്ട് എനിക്കെന്താ പ്രയോജനം? മോളെ ഇറങ്ങാനായോ? ആ ആയമ്മേ. അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്? വിവാഹം കഴിഞ്ഞ് അച്ഛന്റെ കൂടെ വന്ന നാള് മുതൽ അച്ഛനൊരു തീരുമാനം പറഞ്ഞാൽ അതിനെതിരായിട്ട് എന്റെ മനസ്സിലൊന്നും തോന്നാറില്ല. ഇക്കാര്യം അങ്ങനെ തന്നെയാ. പോകുന്ന കാര്യം ഭംഗിയാക്കാൻ നോക്കും. മോൾ ഇറങ്ങാൻ നോക്കും. അമ്മേ, ഞാനിതിന് പോകുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല, പ്രിയങ്കയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവും. വാ ഇറങ്ങാം. സിനിമാ നടി ഇറങ്ങുകയായിരിക്കും. വലിയ സിനിമാ നടിയായ പിന്നെ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇനിയിപ്പൊ അടുക്കളയിൽ നിൽക്കാനൊക്കെ വേലക്കാര് വരുമായിരിക്കും. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു അമ്മേ. അമ്മയ്ക്ക് എന്തേലും വേണം? വേണം, ഒരു ചായ കിട്ടിയാ കൊള്ളാം. ഡീ നീ എടുക്കണ്ട, ഇവളെടുത്തോണ്ട് വരട്ടെ. അതിന് അവളൊന്നും തന്നാ അമ്മ കഴിക്കാറില്ലല്ലോ. സിനിമാ നടിയുടെ കൈകൊണ്ടൊരു ചായ കുടിക്കുന്നത് പുണ്യമല്ലേ? എടുത്തോണ്ട് വരട്ടെ. ഞാൻ എടുക്കാം. നിനക്കും എനിക്കും അവൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ കുടുംബത്തിലുണ്ട്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് പ്രിയങ്കയുടെ ജീവിതം നീയായിട്ടില്ലാതാക്കുമെന്നാ തോന്നുന്നു. അമ്മേ, മുത്തശ്ശി, ഇതെന്തോ അടിയത്? ചൂടില്ലല്ലോ ഇതിന്. എന്താ അമ്മയെ കാണിച്ചേ?